രണ്ടാമത്തെ ഗ്രൂപ്പാണ് കീറ്റോൺ ഗ്രൂപ്പ്. നമുക്ക് ഇതിൽ കീറ്റോൺ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് തരാണെങ്കിൽ സി ഡബിൾ ബോണ്ടോ, അതാണ് കീറ്റോൺ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ വരിക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽക്കേനിൽ നിന്ന് ഈ കട്ട് ചെയ്തതിന് ശേഷം ONe ആഡ് ചെയ്ത് പേര് കൊടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എത്തൻ ഇതേ ആണ് നമ്മൾ കീറ്റോ ഗ്രൂപ്പ് വരുന്നെങ്കിൽ അത് എങ്ങനെ ചേഞ്ച് ആവും? എത്തനോൾ എന്ന് പറഞ്ഞ് ചേഞ്ച് ആവും. ഓക്കെ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാർബൺ കാണാൻ പറ്റും. CH3 സി ഡബിൾ ബോണ്ട്, 3 കാർബൺ ആണ്, കീറ്റോൺ ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ എന്റെ പേര് വരുന്നത് പ്രൊപ്പനോൺ. എങ്ങനെ പേര് വരും? പ്രൊപ്പനോൺ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ CH3 പേര് നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. 1 2 3 4 and 5 കീറ്റോൺ ഗ്രൂപ്പിന് സ്മോളസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ ഇടുകയാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ഇടുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്നത് 5 ആണ്. നെയിം ഓഫ് ആൽക്കേൻ വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം, 5 കാർബൺ ആറ്റം വരെ നമ്മൾ പെൻഡേൻ എന്നാണ് കൊടുക്കുക. ആൻഡ് പൊസിഷനിൽ നമ്മൾ എന്ത് വരുന്നുണ്ട്? കീറ്റോൺ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പേര് എങ്ങനെ വരും? പെന്റൻ 2 ഓണെന്നായിരിക്കും അതിന്റെ പേര് വരും. അടുത്തൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ് എക്സാമ്പിൾ വന്നിരിക്കുന്നത്? CH3 CH2 CO CH2 CH3 അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് പേര് കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 and 5. ഇവിടെ നിന്നാണെങ്കിൽ 1 2 3 4 and 5 സെയിം തന്നെയാണ് നമ്പർ വരിക. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം. ടോട്ടൽ 5 കാർബൺ ആണ്, തേർഡ് പൊസിഷൻ ആണ് കീറ്റോൺ. സോ നമ്മുടെ പേര് വരുന്നത് പെന്റൻ 3 ഓൺ. ഓക്കെ, നെക്സ്റ്റ് ഹാലോ ഗ്രൂപ്പ് ആണ് ഇതിൽ ആഡ് ചെയ്ത് വരുന്നെങ്കിൽ എങ്ങനെ പേര് കൊടുക്കാൻ നോക്കാം. നമ്മൾ ഇത്രയും ഗ്രൂപ്പ് കണ്ടപ്പോൾ അതിന്റെ എല്ലാം സഫിക്സ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തത് ഗ്രൂപ്പിന്റെ നെയിമിങ്. പക്ഷെ ഹാലജൻസ് വരുമ്പോൾ നമ്മൾ ആദ്യമാണ് പേര് കൊടുക്കേണ്ടത്. ക്ലോറിനാണ് വരുന്നെങ്കിൽ, സോറി, ക്ലോറിനാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോറോ, ക്ലോറിനാണെങ്കിൽ ക്ലോറോ, ബ്രോമിനാണെങ്കിൽ ബ്രോമോ, അയഡിൻ ആണെങ്കിൽ എങ്ങനെ കൊടുക്കാം? അയഡിൻ എന്ന് പേര് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും. CH3 CH2 Cl എല്ലായിടത്തെയും പോലെ സെയിം റൂളാണ്. അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ പേര് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് പേര് കൊടുക്കേണ്ടി വരും. 1 2 and 3. അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ ഫസ്റ്റ് പൊസിഷനിൽ ആഡ് ചെയ്ത് വരും. പേരെങ്ങനെ വരും? ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ. സോ 1 ക്ലോറോ പ്രൊപ്പെയിൻ എന്നാണ് ഇതിന്റെ പേര് വരിക. 1 ക്ലോറോ പ്രൊപ്പെയിൻ. രണ്ടാമതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, രണ്ടാമത്തെ കോമ്പൗണ്ട് CH3 CH2 C Br CH3. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ പൊസിഷനാണ് ബ്രോമിൻ അറ്റാച്ച് ചെയ്ത് വരിക. സോ റൈറ്റ് ടു ലെഫ്റ്റ് നമുക്ക് നമ്പറിംഗ് കൊടുക്കാം. 1 2 3 4 സെക്കൻഡ് പൊസിഷൻ ആണ് കറക്റ്റ് വരിക. അപ്പൊ നമുക്ക് പേരെങ്ങനെ കൊടുക്കാം? 2 ടൈംസ് ബ്രോമിൻ വരുന്നുണ്ട്. സോ 2,2 ഡൈബ്രോമോ, ബാക്കി എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്? 4 ഡൈബ്രോമോ ബ്യൂട്ടൈൻ എന്നായിരിക്കും ഇതിന്റെ പേര് വരിക. അടുത്ത ആൽക്കോക്സി ഗ്രൂപ്പാണ്. ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഇടയ്ക്ക് വരുന്നത്. എനിക്ക് ഇതിന്റെ റെപ്രസെന്റേഷനിൽ ഇങ്ങനെ കാണാൻ പറ്റും. OR. ഈ R എന്ന് പറയുന്നതും എഗെയിൻ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? R എന്ന് പറയാം. എഗെയിൻ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ CH3O CH2 CH3 ആണ് നമ്മുടെ കോമ്പൗണ്ട് എങ്കിൽ നമ്മൾ ഇതിന് എങ്ങനെ പേര് കൊടുക്കും? പേര് കൊടുക്കാൻ പറ്റുക, ഈ ഫസ്റ്റ് ഓക്സിജന് മുമ്പായിട്ട് എത്ര കാർബൺ വരുന്നുണ്ട്? 1. അപ്പൊ അതിന്റെ പേര് മെത്തോക്സി എന്ന് ചേർക്കണം. ഓക്സിജന് ശേഷം 2 കാർബൺ വരുന്നുണ്ട്. 2 കാർബൺ വരുമ്പോൾ നമ്മൾ ഈഥെയ്ൻ എന്ന് തന്നെയാണ് കൊടുക്കുക. അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടത്. മെത്തോക്സി ഈഥെയ്ൻ. നേരെ വരുന്ന കാർബണായിട്ട് നമ്മൾ ഓക്സി ചേർത്ത് പറയാം, മെത്തോക്സി ഈഥെയ്ൻ. നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് കോമ്പൗണ്ട് കാണാൻ പറ്റും. വേണ്ട, CH3O CH3. ഓക്സിജന് മുമ്പ് 1 കാർബൺ, ശേഷം 1 കാർബൺ ആണ്. അപ്പൊ പേരെങ്ങനെ വരും? മെത്തോക്സി മീഥേൻ. ഇനി ഇവിടെ 1 2 3 അത് കഴിഞ്ഞിട്ടാണ് ഓക്സിജൻ ആൻഡ് 1 കാർബൺ. സോ പ്രൊപ്പോക്സി മീഥേൻ എന്നാണ് ഇവിടുത്തെ കോമ്പൗണ്ട് വരിക. ഓക്കെ, ലാസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ് എത്തോക്സി പ്രൊപ്പൈൻ. ഈഥേൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ, CH3 CH2O, പിന്നെന്താണ്? പ്രൊപ്പൈൻ CH2 CH2 CH3. ഇത്രയുമാണ് ഇവിടെ വരുന്നത്.
അപ്പൊ നമ്മൾ ഇതുവരെ ടോട്ടൽ എത്ര ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചു? OH പഠിച്ചു,